ഇന്നത്തെ പുതിയ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു പുതിയ ഹെൽത്തി സാലഡാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വെച്ചുള്ളൊരു അടിപൊളി ഹെൽത്തി സാലഡ്. ഇവിടെ ഞാൻ അതിന് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു വലിയ കുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്, പിന്നെ സാലഡിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്, അതുപോലെ അവക്കാഡോസ് എടുത്തിട്ടുണ്ട്. അവക്കാഡോസ് ധാരാളം ചേർക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ക്രീമി ഫോമിന് വേണ്ടിയാണ് അവക്കാഡോ ചേർക്കുന്നത്. പിന്നെ നമ്മൾ സോൾട്ടും പെപ്പറും പിന്നെ ഇവിടെ ഒലിവ് ഓയിലാണ് സാലഡ് ഡ്രസ്സിങ്ങിനായി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം യൂസ് ചെയ്ത് നല്ല അടിപൊളി ഒരു ഹെൽത്തി സാലഡ് ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റുള്ള എല്ലാ വെജിറ്റബിൾസും ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സാലഡ് ഉണ്ടാക്കി. ഇച്ചിരി അത്യാവശ്യം വലുതായിട്ട് അരിയുക. സ്ട്രോബെറി നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ്. ഡൈജഷനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണിത്. നല്ലതായിട്ട് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജഷനൊക്കെ നല്ലതായിട്ട് നടക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാലഡ്സൊക്കെ നിങ്ങളുടെ ഫുഡ് ചാർട്ടിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. സാലഡ് വളരെ കളർഫുള്ളുമാണ് കാണാൻ. നമ്മൾ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സാലഡ് കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നല്ല പഴുത്ത അവക്കാഡോ ആകുമ്പോൾ നല്ലൊരു ക്രീമി ഫോം ആവും. എന്നിട്ട് ഞാൻ ഒരു നല്ല പഴുത്ത അവക്കാഡോയും ഒരു ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ അവക്കാഡോയാണ് എടുത്തത്. അപ്പം നമ്മൾ സാലഡ് മിക്സ് ചെയ്യുമ്പോൾ ആ അവക്കാഡോ നല്ല ഒരു ക്രീമി ഫോമിൽ ഇരിക്കുകയും ചെയ്യും. ഇച്ചിരി പഴുപ്പ് കുറഞ്ഞത് നമുക്ക് ആ സാലഡിൻ്റെ കൂടെ കടിച്ച് കഴിക്കാനും സാധിക്കും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ട് നമുക്ക് ഒരു ലെമൺ ജ്യൂസ്, ഒരു ഫുൾ ലെമൺ പിഴിഞ്ഞൊഴിക്കാം. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു സാലഡാണ്. ഒരു ഹോൾ ലെമൺ നമ്മൾ പിഴിഞ്ഞൊഴിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്യണം. കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ ഇട്ടു. നമുക്ക് കുറച്ച് സോൾട്ടിന് ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. ഒലീവ് ഓയിൽ ഏറ്റവും ഹെൽത്തി ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. മാക്സിമം 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി ആയിട്ടുണ്ട്. നല്ല കുറച്ച് മധുരവും കുറച്ച് നല്ല പുളിയും ഉപ്പും കുരുമുളക് പൊടിയും ഒലീവ് ഓയിലും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര സൂപ്പറായിട്ടൊരു സാലഡാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി ഹെവി ഫുഡൊക്കെ കഴിക്കുന്നതിലും ഇതുപോലെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഹെൽത്തിനും നല്ലതാണ്. ഡൈജഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. ഓക്കെ.